ഇത് നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണേ. മംഗളഗിരി എന്ന സ്ഥലത്തേക്ക് വന്നു. ഇത് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്ന വഴി. ഇത് ഈരാറ്റുപേട്ടയിൽ നിന്ന് നേരെ മാർമല അരുവിക്കൊക്കെ പോകുന്ന വഴി. ഇത് കണ്ടോ, നമ്മൾ ഈ വഴിക്കാണ് പോകണം കേട്ടോ. മാർമല അരുവി കാണാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈരാറ്റുപേട്ടയിൽ നിന്ന് ഈ മംഗളഗിരിയിലേക്ക് ഇറങ്ങി വരുന്ന വഴിയാണിത്. ഇതിലെ ഒന്ന് നേരെ മുന്നോട്ട് പോവുക. അവിടെ കയ്യൂണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ മാർമല അരുവിയൊക്കെ കാണാൻ പോകുമ്പോഴേ ഈ വരുന്ന വഴിക്കൊരു അച്ചുക്കാവ് എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമൊക്കെ ഉണ്ട്. കാണാൻ ഭയങ്കര ഭംഗിയാണെന്നാണ് വഴിയിൽ നിന്ന് അവർ പറഞ്ഞേ. നമ്മളത് കാണാനും കൂടിയാണ് പോകുന്നത് കേട്ടോ. അത് കണ്ടിട്ട് നമുക്ക് പോയി മാർമല അരുവി കണ്ടുവരാം. ഇതുണ്ട് മനോഹരമായ സ്ഥലം. സൈഡിൽ വേലിയൊക്കെ കെട്ടി. ഇവിടെ ഒരു പുഴയാണ്. ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നതിന് സൈഡൊക്കെ കെട്ടി ഭംഗിയായിട്ടുള്ള റോഡും രണ്ട് സൈഡിലും വീടുകളൊക്കെ ആയിട്ട് മനോഹരമായൊരു ഗ്രാമം. അത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അച്ചുക്കാവിലേക്കാണ് പോകുന്നത്. അച്ചുക്കാവ് എന്ന് പറഞ്ഞ അമ്പലമുണ്ട് ഇവിടെ. ഇതാ ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് അവിടെ നല്ല മനോഹരമായൊരു ചെറിയൊരു പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി വരും. നമുക്ക് ഇവിടുന്ന് കാണാം. കണ്ടോ, അമ്പലത്തിൻ്റെ സ്റ്റേഡിയമൊക്കെയാണ് ആദ്യം കാണുന്നത്. അമ്പലം അങ്ങോട്ടാണ്. ഒരു കാവാണ്. കുറേ മരങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള അമ്പലങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ പഴക്കം എത്രയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കാണാനൊക്കെ ഒത്തിരി മനോഹരമായൊരു അമ്പലമാണ്. ഒരു ആൽമരമൊക്കെ നിൽക്കുന്നുണ്ടോ. ആലാണോ പാലയാണോ? പഴമ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. മനോഹരമായ ഒരു ക്ഷേത്രം. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു നല്ല തണുപ്പും. ഇനിയിപ്പോൾ നമുക്ക് മാർമല അരുവി പോയി കണ്ടുവരാം. ഇവിടെ ഈ സമയത്ത് ഇപ്പോൾ ആളൊന്നുമില്ല കേട്ടോ. പഴയ കാലത്ത് ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്ന ഷീറ്റ് വരെ ഇത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഈ നാട്ടിൻപുറത്ത് അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. എല്ലാം പാല് തന്നെ ലിറ്റർ കണക്കിനും കിലോ കണക്കിനും കൊടുക്കുന്ന കാരണം ഇതിൻ്റെ ഉപയോഗം കുറവാണേ. കൈതച്ചക്ക ലോഡ് കയറുന്നുണ്ടോ. ഒരു വണ്ടി നിറച്ച് കൈതച്ചക്ക. ആ കാണുന്ന ഇല്ലിക്കക്കല്ലാണേ. ആയിക്കോട്ടെ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈരാറ്റുപേട്ടയ്ക്കിടയ്ക്ക് അടുത്ത് മംഗളഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. എൻ്റെ പുറകിൽ നിങ്ങൾക്കൊരു പള്ളിയൊക്കെ കാണാം. സ്ഥലത്തിൻ്റെ പേര് മനസ്സിലായല്ലോ. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് മംഗളഗിരി ചർച്ചാണ് പുറകിൽ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ മാർമല അരുവി കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഇൻട്രോ പറയാൻ പറ്റിയ നല്ലൊരു സ്ഥലമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞത് കേട്ടോ. നമുക്ക് മുന്നോട്ട് പോയി ആ അരുവിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. 2 വർഷം മുമ്പ് നമ്മൾ അവിടെ നിന്ന് പോയതായിരുന്നു. അതിനുശേഷം നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല കേട്ടോ. മംഗളഗിരി പള്ളി ഇതാ മുകളിൽ. അതിന് മേളിലൊക്കെ ആയിട്ടാണ് വാഗമണ്ണൊക്കെ വരുന്നത്. നല്ല മനോഹരമായൊരു ചർച്ചാണല്ലേ. നമുക്ക് പോകേണ്ട വഴി ഇതാണേ. അത് നേരെ കിടക്കുന്ന വഴി. അവിടെ ജംഗ്ഷനാണ്. ഇടത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈരാറ്റുപേട്ടയ്ക്കൊക്കെ പോകാം. പക്ഷെ നമ്മൾ നേരെ പോവാം. നമ്മൾ പോകുന്ന വഴി മെയിനായിട്ട് ഇവിടെ വഴി സൈഡിലെല്ലാം റബ്ബർ തോട്ടമാണ് കാണാനുള്ളത് കേട്ടോ. ഒരു പഴയ വീട് കണ്ടോ. ഷീറ്റൊക്കെ അടിച്ചതിന് മുറ്റത്തിട്ടിട്ടുണ്ടേ. അവിടെ ഇപ്പോൾ ആരൊക്കെയോ താമസം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മനോഹരമായ ഒരു കുരിശുപള്ളിയൊക്കെ കാണാം. ഇവിടെ നമുക്ക് കുറച്ച് മുന്നോട്ടൊന്ന് നടന്നാൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് പോകാവേ. ഇപ്പോൾ അവിടെ ഒരു കടയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നല്ല മനോഹരമായൊരു കടയൊക്കെ ഉണ്ടല്ലേ. നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഒരു വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് പോകാം അങ്ങോട്ടെ. ഇവിടെ ഇതാ മലയുടെ മുകളിൽ നിന്നൊരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ ഇതിലെ വന്നപ്പോൾ നല്ല അടിപൊളി കൈതപ്പാടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ റബ്ബറൊക്കെ കയറി കാരണം
കൈത ഇച്ചിരി പുറകോട്ടായി. ഇപ്പോൾ ഒരു 2 കൊല്ലം അല്ലെന്ന് തോന്നുന്നു, അത് കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നു. ഈ റബ്ബറൊക്കെ ഒരു വലിപ്പമായി. ഇത് ഈ തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു വഴിയാണ്. പണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിരിക്കുകയായിരുന്നേ. ഇപ്പോൾ ഈ സൈഡൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി കേട്ടോ. മാർമല അരുവി കാണാൻ പോകുന്ന വാഹനങ്ങളാണ് അതൊക്കെ. നല്ല അടിപൊളി റബ്ബർ തോട്ടമല്ലേ. നമ്മൾ ഹൈ റേഞ്ചിൽ നിന്ന് ഇറങ്ങി ലോ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇച്ചിരി കാലാവസ്ഥ ചൂട് കൂടി കേട്ടോ. ഞാൻ വെള്ളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വഴി ഇനി ദാഹിച്ചാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടയൊന്നുമില്ല. അരുവിയെടുത്ത് ചിലപ്പോൾ 2 ഐസ്ക്രീം വിൽക്കുന്നവർ കാണും, അത്രേ കാണുള്ളായിരിക്കും. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ ഈ കാണുന്ന തീക്കോയ് പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് കളക്ഷൻ സെൻ്ററാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി കറക്റ്റ് ഒരു 2 കിലോമീറ്റർ ഉണ്ട് മാർമല അരുവിയുടെ അടുത്തേക്ക്. താഴെ വെള്ളം ഒഴുകിപ്പോകുന്ന സൗണ്ടൊക്കെ ഇവിടെ നമുക്ക് വഴിയിൽ നിന്ന് കേൾക്കാവേ. റബ്ബർ മരത്തിനെല്ലാം പ്ലാസ്റ്റിക് ഇട്ടിട്ട് വേനലായപ്പോഴത്തേക്ക് അതെല്ലാം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ റബ്ബർ വെട്ടിയിട്ട് പോയതേ ഉള്ളൂ, പാലെടുത്തില്ലേ, അതോ രണ്ടാമത് പാല് വീണുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിയത്തില്ല. മാർമല അരുവി വെള്ളച്ചാട്ടം മുളയുന്നതാ. വെള്ളം ചാടുന്ന കുറേശ്ശെ നമുക്ക് ഇവിടുന്ന് കാണാം. കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ അപകട മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്, മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചൊക്കെ പോവുക. അവിടെ പോയി ഒത്തിരി അഭ്യാസം കാണിക്കാതിരിക്കുക. ഇതാ ഇവിടെ വീണ്ടും ഒരു മുന്നറിയിപ്പും കൂടെ വെച്ചിരിക്കുന്നു. അരുവിയിൽ ഇറങ്ങാതിരിക്കുക, അതാണ്. പോയി അവിടെ നിന്ന് കണ്ടുവരിക. പഴയതിലും ഇങ്ങോട്ടുള്ള വഴിക്ക് ഇച്ചിരി വീതി കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് വരുമ്പോൾ ഒരു ചെറിയ നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ കഴിഞ്ഞ മഴയത്തും കൂടെ ആരോ അരുവിയിൽ പോയി മരിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണേ. അവരിവിടെ വന്നിട്ട് പോയപ്പം അറിഞ്ഞിട്ട് അതിൽ പറഞ്ഞതാണ്. എന്തായാലും ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതുണ്ടോ വെള്ളമൊക്കെ ഒഴുകിയിട്ട്. ഈ കഴിഞ്ഞിടക്കും കൂടെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലേ. കുറച്ചേ ആൾ ഇവിടുത്തെ വെള്ളം പറ്റിയിട്ട്. മഴയത്ത് നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നതാണേ. കല്ലിങ്ങനെ ഇവിടുത്തെ നാട്ടുകാരാണ് ഇതെല്ലാം കൂടെ ഇങ്ങനെ അടുക്കി പതിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ വരുമ്പോൾ ഇവിടെ ഈ കുടുംബശ്രീ യൂണിറ്റിലുള്ള കുറേ ചേച്ചിമാരെല്ലാം കൂടെ പണിയുന്നുണ്ടായിരുന്നു വഴി. വഴി കുഴപ്പമില്ല കേട്ടോ, ഒരു വീതിയൊക്കെ ഉണ്ടല്ലോ. ഈ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ബൈക്കൊക്കെ കയറ്റിക്കൊണ്ട് വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇരു സൈഡിലും റബ്ബർ മരങ്ങളാണ് കേട്ടോ. പക്ഷേ നമ്മളൊരു വനത്തിൽ കൂടെ നടക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടേ. ഇവിടെ വരുമ്പോൾ അവിടുന്ന് ആ വെള്ളം ചാടുന്നതിൻ്റെ ഒരു തണുത്ത കാറ്റൊക്കെ നമുക്കിങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഇച്ചിരി കുറയുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ മഴ പെയ്താൽ ഭയങ്കര ഭീകരം മഴയൊക്കെ പെയ്യും, അതാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ വഴിയുടെ വീതി കുറഞ്ഞു കേട്ടോ. ചെറിയൊരു നടപ്പാത മാത്രമായി. കാരണം ഈ താഴത്തെ തിണ്ടൊക്കെ ഇടിഞ്ഞു പോയതാണേ. പല മഴക്കാലത്തായിട്ട് ഇവിടെ എല്ലാം ഇടിയുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കാണാം. ഇനിയിപ്പോൾ സ്റ്റെപ്പും തീർന്നു, വഴി കുറച്ചും കൂടി ഇടുക്കായി കേട്ടോ. മുകളിലത്തെ അരുവിയിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകി വരുന്നു.
ഇതിലേയും മുകളിൽ കയറിയിട്ട് നമുക്ക് വട്ടം അപ്പുറത്തൂടെ വരാവേ. പക്ഷെ അത് പാറപ്പുറത്തൂടെ പായലൊക്കെ പിടിച്ച് ഭയങ്കര ടാസ്ക് വഴിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വഴിക്കൂടെ പോകാട്ടോ. ഇതിലെ ആൾക്കാർ കൂടുതൽ പോകുന്നേ. അങ്ങനെ ഇവിടെയും 2 ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടേ. മുന്നറിയിപ്പ് ബോർഡുകളാണ് വെച്ചിരിക്കുന്നത്. പല ഭാഗത്തോടെ ഇവിടുന്ന് വഴികൾ അതിലേയും കാണാം, ഇതിലേയും കാണാം. ഇതിലേയും കയറി പോവാം. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടോ? എന്നോ ഭയങ്കര ഒരു മരമാണ് നിൽക്കും. ഇവിടെ ഈ ബോർഡ് വെച്ചിരിക്കുന്നത് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എല്ലാം ഉണ്ട് കേട്ടോ. അരുവിയിൽ ഇറങ്ങുന്നത് അപകടകരമാണ്. ഇവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപായങ്ങൾ ഒഴിവാക്കുക. ആരോ ചെരുപ്പൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ഇതുണ്ടോ, വെള്ളം ഇപ്പോഴും കെട്ടി നിൽക്കുന്നുണ്ട് കുഴിയിലൊക്കെ. ഇതുപോലത്തെ ഒരുപാട് കുഴികൾ ഇവിടെ ഉണ്ടേ. വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ നടന്നൊരു അടയാളം അങ്ങനെ കിടക്കുന്നുള്ളേ. ഇതിലേ പോയാൽ നമ്മൾ ഈ വിടവിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറണം. ആ സമയം ഇതിലേ ഒരു വഴി കിടക്കുന്നുണ്ട് മുകളിലോട്ട്. നമുക്ക് ഈ വഴി പോകാവേ. പക്ഷെ ഒരു കല്ലെന്നൊരു കല്ലിലോട്ടൊക്കെ ചാടി കിടക്കണം. ഇതുണ്ടോ, ഇതുപോലെ കുത്തുകയറ്റോ മുകളിലോട്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേ കയറാം അല്ലേ. കാലെടുത്തു വെക്കാനുള്ളൊരു പാങ്ങ് കിട്ടിയാണ്. ടാസ്ക് ആണെങ്കിലും മുകളിൽ ചെന്നാൽ ആ വെള്ളം കാണുമ്പോൾ ഒക്കെ മാറും. വലിയൊരു പാറ ഒത്തുണ്ടോ ഇവിടെ? എന്താണ് അതിനകത്ത്? ഒന്നുമില്ലല്ലേ, ഗുഹ പോലെ. നമ്മളെ അപ്പുറത്തൂടെ വന്നായിരുന്നു ഇതിലേ കയറി വന്നേ കേട്ടോ. ഇതുണ്ടോ, ഈ പാറക്കെട്ടിൻ്റെയൊക്കെ മുകളിൽ കൂടെ ചവിട്ടി കയറി വരാൻ പറ്റുമല്ലേ. ആ, ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു അല്ലേ. ഫുള്ള് വനം. എങ്ങനെയുണ്ട് മാർമല അരുവിയിലോട്ട് കയറി വരുന്ന വഴിയൊക്കെ? അടിപൊളിയല്ലേ. മൊത്തം കല്ലിൻ്റെ മുകളിൽ കൂടെ ചാടിയൊക്കെ വേണം വരാൻ കേട്ടോ. ഇപ്പോൾ പറ്റുന്ന പോലെയൊക്കെ പോവാം. തൊട്ട് മേളിലാണ് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് മുകളിൽ പോയി വെള്ളച്ചാട്ടം കാണാം. ഇതുകൊണ്ടോ, മൊത്തം ഈറ്റക്കാടാണേ. ഈ ഈറ്റക്കാടിൻ്റെ ഇടയ്ക്ക് ഇവിടെ എല്ലാം വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയാണേ. ആ, ഇത് നോക്കിയേ, ഒരു മരത്തിൻ്റെ വള്ളി കയറി പിരിഞ്ഞു കിടക്കുന്നുണ്ടോ. അടിപൊളിയല്ലേ. ഇനി അങ്ങോട്ടൊരു വഴി പോകുന്നുണ്ടേ, അതൊന്ന് നോക്കാം. ആ, ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് തന്നെയാണ് പോകുന്നുണ്ടോ. ണ്ടോ, ഇതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ കയറി വരുവേ. അതിലെല്ലാം ആൾ കയറി വരുന്ന വഴിയായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴി ഇതാണ്, ഈ വള്ളിക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ. ഇതവിടെ ഒരു വലിയ പാറ, ചുറ്റോട് ചുറ്റും കുറേ മരങ്ങളും. ആ, ഇപ്പം വെള്ളം കുറേശ്ശെ ചാടുന്നത് അതാ അവിടുന്ന് കാണാവേ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് വശം എവിടെയാണെന്ന് ചോദിച്ചോലെ, അവിടെ പോയാലേ ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം മഴക്കാലത്ത് വെള്ളം കയറി ഒഴുകുന്ന ഭാവമാണേ. പെട്ടെന്ന് മുകളിൽ നിന്ന് വെള്ളം വന്നാൽ അറിയാണ്ട് പോവും. ഓ, ഇതിലേക്കാണോ? ഇതിലേ പോകാൻ പറ്റുമോ? ഓ, ഇതിലെ കയറി പോകാൻ പറ്റിയല്ല, പക്ഷേ വെള്ളം ചാടുന്ന കാണാം. ആ, എന്നാ ഭംഗിയല്ലേ ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ചാടി വരുന്നതാണ്. നമുക്ക് ഇപ്പുറത്തെ വശത്തൂടെ പോയി നോക്കാം. ഇപ്പോൾ വലിയൊരു കയമൊക്കെ ഉണ്ട് കേട്ടോ. ആ, നമ്മൾ നേരത്തെ കയറി വന്ന ഇതിലേ വരുമായിരുന്നേ. ആ, ഇതാ ഇവിടുന്ന് വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അപ്പം നമുക്ക് ഈ വഴിക്ക് കയറി ചെന്ന് നോക്കാം. നമ്മൾ ഇവിടെ കിടന്ന് കുറേ നേരമായിട്ട് വട്ടം കിടക്കുന്നേ, കറക്റ്റായിട്ടൊരു വഴി കിട്ടുന്നില്ല. അതാണേ
ഓ, ഇത് ഇവിടെ വന്ന് കണ്ടോ ഒരു പാറ. ഈ പാറയ്ക്കുള്ളിൽ നല്ലൊരു ഗുഹ പോലെ. നമുക്കിങ്ങനെ കയറി ഇരിക്കാൻ പറ്റും ഇവിടെ, മഴയൊക്കെ വന്നാലുമേ. പക്ഷേ ഇവിടെ ഇരിപ്പ് മാത്രമല്ല, എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു നോക്കി. അപ്പോൾ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തേക്ക് അല്ല കേട്ടോ. ഞാനും കുറേ നേരമായിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. വെള്ളം കാണിക്കാമെന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ വെള്ളം കാണാൻ പറ്റിയതോ. വെള്ളം ചാടി വരുന്നുണ്ടോ മലേന്ന്. ആ, എന്നാ ഭംഗിയല്ലേ. ഇവരെല്ലാം വെള്ളച്ചാട്ടം കാണാമോ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, മുന്നറിയിപ്പ്. അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. വഴി വലിയ കല്ലിൻ്റെ മുകളിൽ കൂടെ ചാടി വേണം പോകാൻ. ഇവിടെ നിന്നൊക്കെ കണ്ടാലും പോരെ. മാർമല അരുവിയിലെ വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട് കൂട്ടുകാരെ മാർമല അരുവിയിലെ വെള്ളച്ചാട്ടം? മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലൂടെ അങ്ങനെ അങ്ങോട്ട് വേണം പോകാനായിട്ട്. ഇപ്പോൾ താഴെക്കൂടെ ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. ഇതിലെ നേരെ കയറി പോകാൻ പറ്റില്ല, ഭയങ്കര ഡേഞ്ചർ മേഖല. ഇവിടെ കയ്യോ കാലോ തെറ്റിപ്പോയ അപ്പുറത്ത് വലിയ കയമാണ്, അങ്ങോട്ട് പോകും കേട്ടോ. നിലവിൽ വെള്ളം കുറവാണ് കേട്ടോ. മുകളിൽ ഈ ഹോളിൽ കൂടെ വെള്ളം വരുന്നേ. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇത് പോണോ. ഇവിടെ എല്ലാം കണ്ടോ, ഈ പാറയെല്ലാം തെന്നി കിടക്കുവാണേ. തെന്നി കിടക്കുമ്പോൾ ഇതിലൊന്നും ഇറങ്ങാതിരിക്കുന്ന ഭേദം. ആ മുകളിൽ നിന്നുള്ളൊരു വെള്ളച്ചാട്ടം കണ്ടോ. ഇത് പണിയെന്ന് നോക്കിയാൽ കാണാൻ. അവിടെ ഒരു കയമുണ്ട്. ആ കയം ആണ് ഡേഞ്ചർ. ആൾക്കാരെ വലിയ കാര്യത്തിൽ അവിടെ ചെന്നിരിക്കുന്നു. അവിടെ ഒരു പുള്ളിയൊക്കെ ഇരിക്കുന്നുണ്ടോ. അങ്ങനെയൊന്നും പോയി ഇരിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്നും ഉത്ഭവിച്ച് കോട്ടയത്തിൻ്റെ മടിത്തട്ടിലേക്ക് വെള്ളം ഇങ്ങനെ വന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ മീനച്ചിലാറായിട്ട് ഒഴുകി മാറും. ഇവിടെ തന്നെ വെള്ളം പോകണമല്ലോ. എൻ്റെ പുറകെ വന്ന പിള്ളേരാണല്ലേ. ഈ പാറയുടെയൊക്കെ ഒരു മിനുമിനുപ്പും മിനുസമൊക്കെ അല്ലേ. ഓ, ടാസ്ക് പരിപാടി കേട്ടോ. ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ മരത്തിൻ്റെ കൊമ്പല ഇവിടെ ഒടിഞ്ഞു വന്നിരിക്കുക. ഓ, അങ്ങനെ ഈ വെള്ളച്ചാട്ടം ശരിക്ക് കാണാവുന്ന വഴിക്ക് വരാൻ പറ്റും. മാർമല അരുവി. ഇതാണ് ഞാൻ പറഞ്ഞ കയവാന്ന് പറഞ്ഞു കേട്ടോ. വെള്ളം കണ്ടോ, പച്ചച്ച് കിടക്കുന്നുണ്ടോ. ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണേ. നോക്കി കണ്ട് നമ്മൾ വന്നില്ലെങ്കിൽ കുറെ പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ. അതിൻ്റെ മുകളിലൊക്കെ താമസക്കാരുണ്ടേ. തെങ്ങൊക്കെ കാണാം. കൂട്ടുകാരെ ശരിക്കും മാർമല അരുവി കാണാൻ പറ്റിയൊരു സ്ഥലം ഇവിടാണ് കേട്ടോ. കേട്ടോ വെള്ളം ചാടുന്ന കേട്ടോ. പണ്ടൊരിക്കൽ ഞാൻ വന്നപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ താഴെ വന്നപ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയി. അത് ഇങ്ങോട്ട് കയറി വന്ന വഴി ഞാൻ അപ്പുറത്തൂടെ എല്ലാം കറങ്ങിപ്പോയി. ഇവിടെ വന്നാലാണ് ഈ കയോ ഇതെല്ലാം നമുക്ക് ശരിയായ രീതിയിൽ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ സൈഡ് പിടിച്ചിങ്ങ് വരണം കേട്ടോ. ഇവിടെ ഇതുപോലെ രണ്ട് വലിയ പാറയൊക്കെ ഇരിക്കും കേട്ടോ. നമ്മൾ കറന്നു വന്ന വഴി ഈ പാറയുടെ ഇടയിൽ കൂടെ കയറി വന്നേ. അപ്പം ഇതിലെ വരാം, അപ്പുറത്തെ സൈഡിൽ കൂടെ വരാം. ആ വഴി കൂടെ ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചോടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ആ കയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ച ഇവിടെ നമുക്ക് ലഭിക്കും കേട്ടോ.
ഇവിടെ കുറച്ച് നേരം ഇരുന്നാലും കുഴപ്പമില്ല, നല്ല വെയിലൊക്കെയാണ്. മഴക്കാലത്ത് വന്ന് ഇരിക്കരുത് കേട്ടോ, മുകളിൽ നിന്ന് വലിയ വെള്ളപ്പൊക്കം വരുവേ, നമ്മളങ്ങോട്ട് അങ്ങ് പോകും. വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല കാറ്റാണ്. ഇവിടെ ചൂട് കൂടിയ സ്ഥലമായതുകൊണ്ട് ഈ കാറ്റടിക്കുമ്പോൾ നല്ലൊരു കുളിർമയൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ പോകാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ മാർമലരുവിയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ. ഇപ്പോൾ എനിക്ക് ചിരി വരാൻ കാരണം എന്താണെന്നറിയോ, നമ്മുടെ വീഡിയോയിൽ ചിരി കുറവാന്ന് ഉള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. ചിരി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ പഴയ പോലെ അങ്ങ് ചിരിക്കാനും തോന്നുന്നില്ല, ചിരിക്കുമ്പം ഭയങ്കര ചിരിയായി പോവാണ്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം മാർമലരുവിയൊക്കെ കണ്ട് ഇറങ്ങി വന്ന് ഈ ചെറിയ വഴി നമ്മൾ മുന്നോട്ട് വണ്ടി ഇരിക്കുന്നിടത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മുകളിൽ ആ കയത്തിന് അവിടെ ഭയങ്കര അപകടം വെച്ച സ്ഥലമാണ്, അങ്ങോട്ട് കയറി പോകുന്നത് അപാര ടാസ്ക്കാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിച്ച് ഒക്കെ വരിക, വന്ന് കണ്ടു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനില്ല. ശ്രദ്ധിച്ച് വരിക, ശ്രദ്ധിച്ച് പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.